തിരക്കേറിയ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതാണോ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതാണോ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്? വളരെ ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്തില്ല എങ്കിൽ അപകടമോ ചിലപ്പോൾ മരണമോ വരെ സംഭവിക്കാം. എന്നാൽ മിക്കവാറും പേർക്ക് റോഡ് ക്രോസ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. എന്നാൽ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് വളരെ പ്രയാസവും. എന്തുകൊണ്ടാണ് ഇതെന്നറിയാമോ? പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭയവും ആൻസൈറ്റിയും ഉണ്ടാകുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നാം റോഡ് ക്രോസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുകയും ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് വളരെ സേഫായി റോഡ് ക്രോസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്നാൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുവാൻ നാം പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. ബോളിവുഡിലെ കിങ് എന്നറിയപ്പെടുന്ന ഷാരൂഖ് ഖാനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ഉണ്ടാവില്ല. അദ്ദേഹം ആദ്യമായി മുംബൈയിൽ എത്തുമ്പോൾ പവർഫുൾ ബാക്ക്ഗ്രൗണ്ടോ സപ്പോർട്ട് ചെയ്യാൻ ഗോഡ് ഫാദേഴ്സ് ഉണ്ടായിരുന്നില്ല. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതിരുന്ന സമയത്ത് പോലും കോൺഫിഡൻസ് ഉള്ളതായി താൻ ആക്ട് ചെയ്യുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നാം എന്താണോ റിപ്പീറ്റായി ബിഹേവ് ചെയ്യുന്നത് അത് നമ്മുടെ സെൽഫ് ഇമേജ് ആയി ബ്രെയിൻ എൻകോഡ് ചെയ്യും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നിതറിയപ്പെടുന്നു. എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം? 5 സ്റ്റെപ്സ് നോക്കിയാലോ? 1. കീപ് സ്മോൾ പ്രോമിസസ് ടു യുവർ സെൽഫ്. 5 മണിക്കൂർ പഠിക്കാം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം എന്നൊരു കുട്ടി തീരുമാനിക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നില്ല. എന്നാൽ ഒരു 30 മിനിറ്റ്സ് പഠിക്കാം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ അത് കോൺഫിഡൻസ് കൂട്ടുകയും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഓരോ ചെറിയ വിജയവും ഹാപ്പി ഹോർമോണായ ഡോപ്പമിനെ ബ്രെയിനിൽ റിലീസ് ചെയ്യുന്നു. അത് നമുക്ക് മോട്ടിവേഷൻ കൂട്ടുകയും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യും. 2. ടേക്ക് ആക്ഷൻ ബിഫോർ യു ഫീൽ റെഡി. ഫുട്ബോളിലെ കിങ് എന്നറിയപ്പെടുന്ന ഡെയ്ൻ ജോൺസൺ താരമായി തീരുന്നതിന് മുമ്പ് ഫൈനാൻഷ്യലി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായി പറയപ്പെടുന്നു. എന്നാൽ അതൊന്നും അദ്ദേഹത്തെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് അകറ്റിയില്ല. റൈറ്റ് മൊമെന്റ് വരുന്നതുവരെ കാത്തിരിക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. ഹി കെപ്റ്റ് ഷോയിങ് അപ്പ്. 3. ചേഞ്ച് യുവർ ഇന്നർ വോയിസ്. ദിവസവും നിങ്ങൾ എന്താണ് നിങ്ങളോട് പറയുന്നത്? എനിക്ക് പറ്റില്ല, ഞാൻ വീക്കാണ് എന്നൊക്കെയാണ്. ബ്രെയിൻ അത് ആർഗ്യൂ ചെയ്യില്ല. നിങ്ങൾ പറയുന്നത് അത് വിശ്വസിക്കും. ടോപ്പ് അത്ലറ്റായ മൈക്കൽ ഫെൽപ്സ് മത്സരങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വിഷ്വലൈസേഷനും പോസിറ്റീവ് സെൽഫ് ടോക്കും പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിനിലെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് നെഗറ്റീവ് തോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുന്നു. നമുക്ക് ഭയമുള്ള കാര്യങ്ങൾ സ്ലോലി ഫേസ് ചെയ്യുമ്പോൾ ഭയം കുറയും. ഭയത്തെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗമാണ് അമിഗ്ഡാല. റിപ്പീറ്റഡ് ആയ എക്സ്പോഷർ ഫിയർ റെസ്പോൺസ് കുറയ്ക്കും. 4. യൂസ് യുവർ ബോഡി ടു ബിൽഡ് കോൺഫിഡൻസ്. നമ്മുടെ ബോഡി പോസ്ചർ കോൺഫിഡൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആയി നിൽക്കുക. ചിൻ അപ്പ്, ഷോൾഡേഴ്സ് ബാക്ക്. ഇങ്ങനെ ബോഡി പോസ്ചർ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡന്റ് ആണെന്ന് ഫീൽ ചെയ്യും. 5. സ്റ്റോപ്പ് കമ്പയറിംഗ് യുവർ സെൽഫ്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് മുൻപിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ സത്യം അതല്ല. ക്രിക്കറ്റ് സ്റ്റാറായ വിരാട് കോഹ്ലി പോലും പുവർ പെർഫോമൻസിലൂടെയും സെൽഫ് ഡൌട്ടിലൂടെയും കടന്നുപോയിട്ടുണ്ട്. മറ്റുള്ളവരുമായി നമ്മെ കമ്പയർ ചെയ്യുന്നത് ആത്മവിശ്വാസം കുറയ്ക്കുകയും സെൽഫ് ഡൌട്ടും ആങ്സൈറ്റിയും കൂടുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. കമ്പാരിസൺ നമ്മുടെ ബ്രെയിനിലെ സ്ട്രെസ് പാത്വേസ് ട്രിഗർ ചെയ്യുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. കോൺഫിഡൻസ് എന്നത് പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല. എന്ത് വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ്. കോൺഫിഡൻസ് ആയ ശേഷമല്ല ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കുമ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. ലൈഫ് മുഴുവൻ ഇന്ന് തന്നെ ചേഞ്ച് ചെയ്യാം എന്ന് ചിന്തിക്കരുത്. എന്നാൽ ഇന്ന് ഒരു ചെറിയ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ദാറ്റ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് കോൺഫിഡൻസ്. കീപ് ഗ്രോയിങ്. ഹാവ് എ ഗ്രേറ്റ് ലൈഫ്.